എന്താണ് ഫാലൂൺ ദാഫ അഥവാ ഫാലൂൺ ഗോങ്? മലയാളികൾ തീർച്ചയായും കണ്ടിരിക്കേണ്ടതാണ് ഫാലൂൺ ദാഫയെക്കുറിച്ച്. ധർമ്മചക്ര മഹാമാർഗം എന്ന് നമുക്കിതിനെ സ്വാംശീകരിക്കാം. ഈ മഹത്തായ പരിശീലനത്തെക്കുറിച്ച് കൂടുതലായി അറിയാം. ഫാലൂൺ ദാഫ മനസ്സിന്റെയും ശരീരത്തിന്റെയും സംസ്കരണത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു സഹനാനുഷ്ഠാനമാണ്. സത്യസന്ധത, കരുണ, സഹനശീലത എന്നീ പ്രാപഞ്ചിക തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പഠനങ്ങളാണ് ഫാലൂൺ ദാഫയിലുള്ളത്. സത്യം, കരുണം, സഹനം എന്നിവയുമായി പൊരുത്തപ്പെടാൻ കഴിയുന്ന ഏതൊരു വ്യക്തിയെയും ഒരു നല്ല വ്യക്തിയായും അല്ലാത്ത വ്യക്തിയെ ഒരു മോശം വ്യക്തിയായുമാണ് മനസ്സിലാക്കേണ്ടത്. ശരീരത്തെ സംസ്കരിച്ചെടുക്കുന്നതിന് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന 5 വ്യായാമങ്ങൾ പരിശീലിക്കുന്നതിലൂടെ ശരീരത്തിലെ ഊർജ്ജം ഉന്നതിയിൽ എത്തിക്കുവാൻ കഴിയുന്നു. ലളിതവും സൗമ്യവുമായ സ്ട്രെച്ചിംഗ് ചലനങ്ങളിലൂടെ ശരീരത്തിലെ എല്ലാ ഊർജ്ജ ചാനലുകളും തുറക്കുന്നു. ശരീരത്തെ പ്രബലീകരിക്കുന്നു, ജ്ഞാനത്തെ ഉണർത്തുന്നു, ശരീരത്തെ ശുദ്ധീകരിക്കുന്നു, സമ്മർദ്ദം ഒഴിവാക്കുന്നു, ആന്തരിക സമാധാനം കൈവരിക്കുന്നു. കൂടാതെ പ്രപഞ്ചത്തിൽ നിന്ന് പോസിറ്റീവ് എനർജി സ്വീകരിച്ച് നെഗറ്റീവ് എനർജിയെ പുറത്തുവിടുകയും ശരീരത്തിലുടനീളം വ്യാപകമായി ഊർജ്ജം പ്രസരിപ്പിക്കുന്നതിനും കഴിയുന്നു. ഇരുന്നും കൊണ്ടുള്ള ധ്യാന പരിശീലനം ശരീരത്തെയും മനസ്സിനെയും സമന്വയിപ്പിക്കുന്നതിനും ശാന്തത കൈവരിക്കുന്നതിനും ഊർജ്ജശക്തി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. ഏത് സമയത്തും ഏത് സ്ഥലത്തും ഏത് ദിശയിലും പ്രായഭേദമന്യേ ആർക്കും പരിശീലിക്കാവുന്നതും ശ്വസന നിയന്ത്രണങ്ങളോ മനോനിയന്ത്രണങ്ങളോ ഭക്ഷണ നിയന്ത്രണങ്ങളോ ഒന്നും തന്നെ ഇതിൽ ആവശ്യവുമില്ല. ഇന്ന് 100-ലധികം രാജ്യങ്ങളിൽ 10 കോടിയിലധികം ജനങ്ങൾ ഫാലൂൺ ദാഫ പരിശീലിച്ചു വരുന്നു. ഫാലൂൺ ദാഫയുടെ ആധികാരിക പുസ്തകങ്ങളായ ഫാലൂൺ ഗോങ്, ജ്വാൻ ഫാലൂൺ എന്നിവ വായിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ധാർമ്മിക നിലവാരം ഉന്നതിയിലെത്തുന്നു. പ്രധാന പുസ്തകമായ ജ്വാൻ ഫാലൂൺ എന്നതിൽ ശാസ്ത്രം, ആത്മീയത, മതം, മനുഷ്യജീവിതത്തിന്റെ ലക്ഷ്യം, ജനനം, മരണം, കർമ്മനിയമം, നഷ്ടവും നേട്ടവും, അമാനുഷികമായ കഴിവുകൾ, മനുഷ്യന്റെ നിലനിൽപ്പിന്റെ ഉദ്ദേശം എന്നിങ്ങനെയുള്ള ഗഹനമായ നിരവധി വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. പ്രപഞ്ചം, ഭൂമി, ഗ്രഹങ്ങൾ, നക്ഷത്ര സമൂഹങ്ങൾ, വ്യത്യസ്തങ്ങളായ ഡയമെൻഷനുകൾ, ഓരോ വസ്തുവിന്റെയും ഭൗതിക അസ്തിത്വ തത്വങ്ങൾ എന്നു തുടങ്ങി എണ്ണമറ്റ കാര്യങ്ങൾ വളരെ ലളിതമായ രീതിയിൽ യുക്തിസഹമായി ഇതിൽ വിശദീകരിച്ചിരിക്കുന്നു. ഈ പുസ്തകങ്ങൾ 50-ൽ കൂടുതൽ ഭാഷകളിലായി വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. 1992 ഈ പരിശീലന സമ്പ്രദായം ആദ്യമായി പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് ഫാലൂൺ ദാഫയുടെ സ്ഥാപകനും ഗുരുവുമായ മാസ്റ്റർ ലീ ഹോങ് ആണ്. തികച്ചും സൗജന്യമായ പരിശീലനത്തിലൂടെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ആരോഗ്യം അത്ഭുതകരമാം വിധം മെച്ചപ്പെട്ടു. ഫാലൂൺ ഗോങ്ങിന്റെ ശ്രേഷ്ഠമായ പഠനങ്ങളും അത്ഭുതകരമായ ആരോഗ്യ ഗുണങ്ങളും കണക്കിലെടുത്ത് ഇത് ചൈനയിലുടനീളം അതിവേഗം വ്യാപിച്ചു. 5 വർഷത്തിനുള്ളിൽ ചൈനയിൽ 7 മുതൽ 10 കോടി വരെയുള്ള ആളുകൾ ഫാലൂൺ ഗോങ് പരിശീലിച്ചു തുടങ്ങി. ഫാലൂൺ ഗോങ്ങിന്റെ വ്യാപകമായ ജനപ്രീതി ഭയന്ന് അന്നത്തെ ചൈനീസ് പ്രസിഡന്റായിരുന്ന ജിയാങ് സെമിൻ 1999 ജൂലൈ 20 മുതൽ ഫാലൂൺ ഗോങ്ങിനെതിരെ പീഡനം ആരംഭിച്ചു. സത്യസന്ധതയ്ക്കും അനുകമ്പയ്ക്കും സഹിഷ്ണുതയ്ക്കുമെതിരായ ഒരു സ്വയം പ്രഖ്യാപിത നിരീശ്വരവാദി ഗവൺമെന്റാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഫാലൂൺ ഗോങ് പരിശീലകരുടെ എണ്ണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളെക്കാൾ വർദ്ധിച്ചതായി അവർ കണ്ടതിനാൽ അസൂയ പൂണ്ട CCP ഫാലൂൺ ഗോങ്ങിന് ചൈനയിൽ നിരോധനം ഏർപ്പെടുത്തി. 1999 ജൂലൈ 20 ശേഷം ലക്ഷക്കണക്കിന് പ്രാക്ടീഷണർമാർ ചൈനയിലുടനീളം അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഖേദകരമെന്ന് പറയട്ടെ, ചൈനയിൽ ഈ പീഡനങ്ങൾ 26 വർഷമായി ഇപ്പോഴും തുടരുന്നു. അവർ ഏതൊരു തരത്തിലുള്ള കുറ്റകൃത്യമോ ബലാത്സംഗമോ കൊലപാതകമോ കവർച്ചയോ ചെയ്തതുകൊണ്ടല്ല തടവുകാരായത് എന്നോർക്കണം. ഇന്നും ആയിരക്കണക്കിന് പരിശീലകർ ജയിലുകളിലും ലേബർ ക്യാമ്പുകളിലും കഴിയുന്നു. കൂടാതെ തടവിലാക്കപ്പെട്ട പരിശീലകരിൽ നിന്നും നിർബന്ധിതമായി അവരുടെ ശരീരാവയവങ്ങൾ, അതായത് കിഡ്നി, കരൾ, കണ്ണ് തുടങ്ങിയ അവയവങ്ങൾ എടുത്ത് ഒരു വലിയ ബിസിനസ് നടത്തുകയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്നത്. തികച്ചും മനുഷ്യത്വരഹിതവും ക്രൂരവുമായ ഈ ഓർഗൻ ഹാർവെസ്റ്റിംഗിനെതിരെ ലോകരാജ്യങ്ങൾ ശബ്ദമുയർത്തുകയും നിരവധി പ്രമേയങ്ങൾ പാസാക്കി. ന്യൂസിലൻഡിലെ മലയാളികളുടെ വാർത്തകൾ അറിയുന്നതിനും മലയാളികളുടെ പ്രധാനപ്പെട്ട വിശേഷങ്ങളും ന്യൂസിലൻഡിലെ വിശേഷങ്ങളും അറിയുന്നതിനും മലയാളി കാഴ്ച എന്ന പേജ് സബ്സ്ക്രൈബ് ചെയ്യുക.